ജിഷ ലേണിംഗിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ 7ാം ക്ലാസ്സിലെ ഇംഗ്ലീഷ് ദ വേൾഡ് ഓഫ് ഹ്യൂമർ എന്ന പാഠഭാഗമാണ് ഡിസ്കസ് ചെയ്യുന്നത്. നോക്കാം. എവറിബഡി ലൈക്ക് ജോക്സ്. ഹിയർ ആർ സം ഗുഡ് വൺസ് റിലേറ്റഡ് ടു ഹ്യൂമറസ് സിറ്റുവേഷൻ ഫ്രം ലൈവ്സ് ഓഫ് എമിനന്റ് പേഴ്സണാലിറ്റീസ്. നമുക്ക് എല്ലാവർക്കും ജോക്സ് ഒക്കെ ഇഷ്ടമാണ് അല്ലേ? ജോക്സ് ഒക്കെ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു സ്റ്റോറിയാണത്. നമുക്ക് നോക്കാം. ദ വേൾഡ് ഓഫ് ഹ്യൂമർ. ഐ വേക്ക് അപ്പ് എവറി മോർണിംഗ് അറ്റ് 9 ആൻഡ് ക്രാക്ക് ഫോർ ദ മോർണിംഗ് പേപ്പർ. എല്ലാ ദിവസവും രാവിലെ 9 മണിക്ക് എഴുന്നേറ്റ് പത്രത്തിനായി കഴിഞ്ഞിട്ടും. ദെൻ ഐ ലുക്ക് അറ്റ് ദ ഒബിറ്ററി പേജ്. എന്നിട്ട് ഞാൻ ചരമ പേജ് നോക്കും. ഇഫ് മൈ നെയിം ഈസ് നോട്ട് ഓൺ ഇറ്റ് ഐ ഗെറ്റ് അപ്പ്. അതിൽ എൻ്റെ പേരില്ലെങ്കിൽ ഞാൻ എഴുന്നേൽക്കും. ബെഞ്ചമിൻ ഫ്രാങ്ക്ലിൻ പറഞ്ഞതാണ്. നോക്കാം. ആർതർ കോനൻ ഡോയൽ, the famous author of detective stories, once went to Paris. He hired a cab at the railway station to go to hotel. ഡിറ്റക്റ്റീവ് കഥകളുടെ രചയിതാവ് ആർതർ കോനൻ ഡോയൽ ഒരിക്കൽ പാരീസിലേക്ക് പോയി ഹോട്ടലിലേക്ക് പോകാൻ റെയിൽവേ സ്റ്റേഷനിൽ ഒരു ക്യാബ് വാടകയ്ക്ക് എടുത്തു. വാട്ട് ഹോട്ടൽ വുഡ് യു ലൈക്ക് ടു ഗോ ടു മിസ്റ്റർ കോനൻ ഡോയൽ ആസ്ക്ഡ് ദ ക്യാബ്മാൻ. ഏത് ഹോട്ടലിലേക്കാണ് നിങ്ങൾ പോകാൻ ആഗ്രഹിക്കുന്നത് മിസ്റ്റർ കോനൻ ഡോയൽ വണ്ടിക്കാരൻ ചോദിച്ചു. ദ റൈറ്റർ വാസ് എ ഗ്രേറ്റ്ലി സർപ്രൈസ്ഡ്. റൈറ്റർ സർപ്രൈസ്ഡ് ആയി. ഹൗ ഡു യു നോ മൈ നെയിം. നിങ്ങൾക്ക് എങ്ങനെയാണ് എൻ്റെ പേരറിയാം? ഹി ആസ്ക്ഡ്. അവൻ ചോദിച്ചു. വെൽ ഇറ്റ്സ് സിമ്പിൾ. അത് വളരെ സിമ്പിളായ കാര്യമാണ്. ശരി, അത് വളരെ സിമ്പിളായ കാര്യമാണ്. ദ ക്യാബ്മാൻ സെഡ്. ക്യാബ്മാൻ പറഞ്ഞു. ദ അതർ ഡേ ഐ റീഡ് ദ ന്യൂസ് പേപ്പർ ദാറ്റ് യു വുഡ് പ്രോബബ്ലി വിസിറ്റ് പാരീസ് ദിസ് വീക്ക്. ക്യാബ്മാൻ പറഞ്ഞു, കഴിഞ്ഞ ദിവസം നിങ്ങൾ ഈ ആഴ്ച പാരീസ് സന്ദർശിക്കുമെന്ന് ഞാൻ പത്രത്തിൽ വായിച്ചു. ദെൻ ഐ നോട്ടീസ്ഡ് ദാറ്റ് യുവർ സൂട്ട് വാസ് മെയ്ഡ് ഓഫ് ഗുഡ് ഇംഗ്ലീഷ് ട്യൂഡ്. അപ്പം നിങ്ങളുടെ സൂട്ട് ഒരു നല്ല ഇംഗ്ലീഷ് ട്യൂഡ് കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത് എന്ന് ഞാൻ ശ്രദ്ധിച്ചു. വണ്ടർഫുൾ സെഡ് ദ കോനൻ ഡോയൽ. ആശ്ചര്യം, അത്ഭുതം, കോനൻ ഡോയൽ പറഞ്ഞു. യു ആർ എ ബോൺ ഡിറ്റക്റ്റീവ്. നിങ്ങളൊരു ഡിറ്റക്റ്റീവാണ്. താങ്ക് യു സർ. നന്ദി സർ. ദ ക്യാബ്മാൻ റിപ്ലൈഡ്. ക്യാബ്മാൻ മറുപടി പറഞ്ഞു. ബട്ട് ഐ ആം നോട്ട് എക്സാക്ട്ലി എ ഗുഡ് ഡിറ്റക്റ്റീവ്. വൈ ഡു യു സേ ദാറ്റ്. ഞാനൊരു നല്ല ഡിറ്റക്റ്റീവ് അല്ല. എന്തുകൊണ്ടാണ് നിങ്ങൾ അങ്ങനെ പറയുന്നത്? ആസ്ക് ദ കോനൻ ഡോയൽ. കോനൻ ഡോയൽ പറഞ്ഞു, ചോദിച്ചു. കോനൻ ഡോയൽ ചോദിച്ചു. യു സീ സർ, യുവർ നെയിം ഈസ് റിട്ടൺ ഓൺ യുവർ ലഗേജ്. എന്താണ് സാർ, നിങ്ങളുടെ ലഗേജിൽ നിങ്ങളുടെ പേര് എഴുതിയിരിക്കുന്നു. ഓക്കെ, ഇനി അവിടെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. എന്താണ്? ഡു യു തിങ്ക് ദ ക്യാബ്മാൻ ഈസ് എ ഗുഡ് ഡിറ്റക്റ്റീവ്? വൈ? ക്യാബ്മാൻ ഒരു നല്ല ഡിറ്റക്റ്റീവ് ആണെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ? എന്തുകൊണ്ട്? ഇപ്പം എന്താ പറയുക? The cabman was not a good detective that helped him identify Mark Twain was a writer's English suit. He had also read about Mark Twain visit in the newspaper. Okay, അങ്ങനെ ചെയ്താൽ മതി. ഇനി അടുത്തത് നോക്കാം. മാർക്ക് ട്വെയിൻ. The famous American writer was traveling in France. പ്രശസ്ത അമേരിക്കൻ എഴുത്തുകാരൻ മാർക്ക് ട്വെയിൻ ഫ്രാൻസിലൂടെ യാത്ര ചെയ്യുകയായിരുന്നു. One he was going by train to Dijon. ഒരിക്കൽ അദ്ദേഹം ഡിജോണിലേക്ക് ട്രെയിനിൽ പോവുകയായിരുന്നു. That afternoon he was very tired and wanted to sleep. അന്ന് ഉച്ചയ്ക്ക് അദ്ദേഹം വളരെ ക്ഷീണിതനായിരുന്നു, ഉറങ്ങാൻ ആഗ്രഹിച്ചു. He therefore asked the conductor to make him up when they reached Dijon. എന്താണ്? അപ്പോൾ അദ്ദേഹം കണ്ടക്ടറോട് പറഞ്ഞു, ഡിജോണിൽ എത്തുമ്പോൾ തന്നെ എന്നെ ഉണർത്താൻ അദ്ദേഹം കണ്ടക്ടറോട് ആവശ്യപ്പെട്ടു അല്ലേ? അപ്പോൾ എന്താണ്? ബട്ട് ഫസ്റ്റ് ഹി എക്സ്പ്ലെയിൻ ദാറ്റ് ഹി വാസ് വെരി ഹെവി സ്ലീപ്പർ. ആദ്യം എന്ത് ചെയ്തു? അദ്ദേഹം വിശദീകരിച്ചു അല്ലേ? പിന്നെ എന്താണ്? അയാൾ വലിയ ഹെവി സ്ലീപ്പറാണ്. ഐ വിൽ പ്രോബബ്ലി പ്രൊട്ടക്ട് ലൗഡ്ലി വെൻ യു ട്രൈ ടു വേക്ക് അപ്പ്. He said to the conductor, but do not take any notice, just put me off train anyway. അപ്പം എന്താണ്? അദ്ദേഹം നിങ്ങൾ എന്നെ ഉണർത്താൻ ശ്രമിക്കുമ്പോൾ ഞാൻ ഉറക്കെ പ്രതിഷേധിച്ചേക്കാന്ന് പറഞ്ഞു. അയാൾ കണ്ടക്ടറോട് പറഞ്ഞു അല്ലേ? എന്നാൽ അതൊന്നും ശ്രദ്ധിക്കരുത്, എന്തായാലും എന്നെ ട്രെയിനിൽ നിന്ന് ഇറക്കി വിടൂ എന്ന് പറഞ്ഞു.
when Mark Twain woke up, the train was already in Paris. The angry writer ran up the conductors and said, I've never been so angry in all my life. മാർക്ക് ടെയിൻ ഉണർന്നപ്പോൾ ട്രെയിൻ പാരീസിലെത്തിയിരുന്നു അല്ലേ. കോപാകുലനായ എഴുത്തുകാരൻ കണ്ടക്ടറുടെ അടുത്തേക്ക് ഓടിച്ചെന്ന് പറഞ്ഞു, എൻ്റെ ജീവിതത്തിൽ ഒരിക്കലും ഞാൻ ഇത്രയും ദേഷ്യപ്പെട്ടിട്ടില്ല. The conductor looked at him calmly. You are not half as angry as an American whom I put off the train at Dijon, he said. എൻ്റെ ജീവിതത്തിൽ ഒരിക്കലും ഞാൻ ഇത്രയും ദേഷ്യപ്പെട്ടിട്ടില്ല എന്ന് ആര് പറഞ്ഞു? മാർക്ക് ടെയിൻ വന്നിട്ട് പറഞ്ഞു. എന്നിട്ട് കണ്ടക്ടർ എന്താ പറഞ്ഞത്? കണ്ടക്ടർ ശാന്തനായിട്ട് അദ്ദേഹത്തെ നോക്കിയിട്ട് ഞാൻ ഡിജോണിൽ വെച്ച് ട്രെയിൻ നിർത്തി ഇറക്കി വിട്ട അമേരിക്കക്കാരൻ്റെ പകുതി ദേഷ്യം പോലും നിങ്ങൾക്കില്ല എന്ന് അദ്ദേഹം പറഞ്ഞു. ഓക്കെ, ഇനി അവിടെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. ഹൂ ഡിഡ് ദ കണ്ടക്ടർ പുട്ട് ഓഫ് ദ ട്രെയിൻ വൈ? എന്താണ്, കണ്ടക്ടർ ആരെയാണ് ട്രെയിനിൽ നിന്ന് ഇറക്കി വിട്ടത് എന്തുകൊണ്ട്? The conductor put off the train an American passenger at Dijon by mistake. When woke up, the passenger began protesting loudly. Okay, ഇനി അടുത്തത് നോക്കാം. ആൽബർട്ട് ഐൻസ്റ്റീൻ. Albert Einstein was apparently a late talker, and his parents were very worried about his mental development. ആൽബർട്ട് ഐൻസ്റ്റീൻ പ്രത്യക്ഷത്തിൽ വൈകി സംസാരിക്കുന്ന ആളായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഈ മാനസികാവസ്ഥയെക്കുറിച്ചിട്ട് മാതാപിതാക്കൾ ആശങ്കാകുലരായിരുന്നു. At last, at the supper table one night, he broke his silence to say, "The soup is too hot." എന്താണ്, ഒരു ദിവസം രാത്രി അത്താഴം കഴിക്കുന്ന മേശപ്പുറത്ത് വെച്ചിട്ട് എന്താണ് അദ്ദേഹം പറഞ്ഞു, സൂപ്പ് വളരെ ചൂടാണെന്ന്. ഗ്രേറ്റ്ലി റിലീവ്ഡ്, ഹിസ് പാരൻസ് ആസ്ക്ഡ് വൈ ഹി ഹാഡ് നെവർ സെഡ് എ വേർഡ് ബിഫോർ. അപ്പോൾ എന്താണ്, അവൻ ഇതുവരെ ഒരു വാക്ക് പോലും പറയാത്തത് എന്തെന്ന് മാതാപിതാക്കൾ ചോദിച്ചു. ആൽബർട്ട് മറുപടി പറഞ്ഞു, ബിക്കോസ് എവറിത്തിങ് വാസ് ഓൾ റൈറ്റ് ടിൽ ടുഡേ. അപ്പം എന്താണ്, കാരണം ഇതുവരെ എല്ലാം ശരിയായിരുന്നു എന്ന് അദ്ദേഹം പറഞ്ഞു. ഓക്കെ, ഇനി അവിടെ ക്വസ്റ്റ്യൻ ഉണ്ട്. എന്താണ്, വൈ ഡിഡ് ഇറ്റ് ടേക്ക് ആൽബർട്ട് ഐൻസ്റ്റീൻ സോ ലോങ് ടു സ്ലീപ്പ്? എന്താണ്, എന്തുകൊണ്ടാണ് എന്തുകൊണ്ടാണ് ആൽബർട്ട് ഐൻസ്റ്റീൻ സംസാരിക്കാൻ ഇത്രയും സമയം എടുത്തത് എന്ന്. വൈ ഡിഡ് ടേക്ക് ആൽബർട്ട് ഐൻസ്റ്റീൻ സോ ലോങ് ടു സ്പീക്ക്? എന്തുകൊണ്ടാണ് ആൽബർട്ട് ഐൻസ്റ്റീൻ സംസാരിക്കാൻ ഇത്രയും സമയമെടുത്തത്? ആൽബർട്ട് ഐൻസ്റ്റീൻ വാസ് വെരി ലേറ്റ് ഇൻ ടോക്കിംഗ്. വൺസ് ഹി ടോൾഡ് ഹിസ് പാരൻസ് ദാറ്റ് ഹിസ് സൂപ്പ് വാസ് ടു ഹോട്ട്. ഹിസ് പാരൻസ് asked him why he hadn't spoken before, and Einstein replied that everything had been all right till that day. Okay, ഇനി ഒരു ക്വസ്റ്റ്യൻ കൂടി ഉണ്ട്. ഡു യു തിങ്ക് എവറിത്തിങ് വാസ് ഓൾ റൈറ്റ് ടിൽ ഐൻസ്റ്റീൻ കംപ്ലൈൻഡ് അബൌട്ട് ദ സൂപ്പ്? എന്താണ്, ഐൻസ്റ്റീൻ സൂപ്പിനെ കുറിച്ച് പരാതിപ്പെടുന്നത് വരെ എല്ലാം ശരിയായിരുന്നുവെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ എന്താ, ഇറ്റ് സീംസ് ദാറ്റ് എവറിത്തിങ് വാസ് നോട്ട് ഓൾ റൈറ്റ് ടിൽ ദ ടൈം ഐൻസ്റ്റീൻ ടോക്ക്ഡ് complaining about his soup. His parents were already worried about his slow mental development അല്ലേ. ഓക്കെ, അങ്ങനെ എഴുതിയാൽ മതി. ഇനി ആക്ടിവിറ്റി നോക്കാം. Try to find the answer to following funny questions. Pictures maybe help you. അപ്പം അവിടെ ഫണ്ണി ക്വസ്റ്റ്യൻ ഉണ്ട്. ആ പിക്ചേഴ്സ് നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്ന പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവിടെ തന്നിട്ടുണ്ട്. വിച്ച് ലെറ്റർ ഓഫ് ദ ആൽഫബറ്റ് കണ്ടെയ്ൻ എ ഹ്യൂജ് ക്വാണ്ടിറ്റി ഓഫ് വാട്ടർ? സി അല്ലേ. Why are fish so smart? A group of fish swimming in the sea is called a school of fish. Why did the kids eat his homework? Piece of cake അല്ലേ. The more you take, the more you leave behind. What is it? Footprint. Which building has a number of stories? Library. Why is history a sweet subject? Dates. I have teeth but I can't eat who I am. Comp അല്ലേ.
പിന്നെ എന്താണ് വാട്ട് ഹാസ് എ ഫേസ് ടു ഹാൻഡ് ബട്ട് നോ ആംസ് ടു ഓർ ലെഗ്സ് എന്ന ക്ലോക്ക്. What goes up on soon as the rain come down? Umbrella. Which two words when combined hold a lot of letters? Post office. Okay, അവിടെ തന്നിട്ടുണ്ട് എഴുതാം. ഇനി അവിടെ കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ട്. വാട്ട് ഹാസ് എ ഹെഡ് എ ടെയിൽ ബട്ട് നോ ബഡി എ കോയിൻ? ആൻസർ വാട്ട് ക്യാൻ യു ക്യാച്ച് ബട്ട് നോട്ട് ടു എ കോൾഡ്. പിന്നെ വാട്ട് ഹാസ് ടു ബി ബ്രോക്കൺ ബിഫോർ യു ക്യാൻ യൂസ് ഇറ്റ് ആൻ എഗ് അല്ലേ. കണ്ടക്ട് എ ക്വിസ് ആസ് എ ക്ലാസ് ആക്ടിവിറ്റീസ്. ഓക്കെ, ക്വസ്റ്റ്യൻസ് ഫണ്ണി ക്വസ്റ്റ്യൻസ് ആണ് തന്നിട്ട്. ഇനി ഡു യു റിമെമ്പർ എനി ഫണ്ണി എക്സ്പീരിയൻസ് ഇൻ യുവർ ലൈഫ്? ഡിസ്ക്രൈബ് വൺ ഓഫ് ദം ബിലോ. ഓക്കെ, നമ്മുടെ ഫണ്ണി എക്സ്പീരിയൻസ് എഴുതാൻ പറഞ്ഞിട്ടുണ്ട്, എഴുതാം. ഓക്കെ, വൺ ഡേ മൈ ഫ്രണ്ട് Timmy tried to ride a bicycle the first time. He climbed on a bicycle and started pedaling, but that didn't balance very well. He fell on the bicycle and landed on his stomach with a big thud. Everyone laughed, including Timmy. He got up and dusted himself off. He tried again. This time he made it all the way around the block without falling off. But then he got a little too confident and rode straight into a big puddle of mud. His friends laughed even harder than Timmy joined his laughing. So I heard that they snorted to mud on his nostril. Okay, ഇങ്ങനെ എഴുതിയാൽ മതി. ഇനി ഇവിടെ ഒരു ജോക്ക് തന്നിട്ടുണ്ട്, അത് നോക്കുക. അതെന്താ പറയണത് എന്ന് വെച്ചാൽ യങ് വുമൺ പറയാണ്, എന്താണ്, ധീരനും ബുദ്ധിമാനുമായ ഒരാളെ മാത്രമേ ഞാൻ കല്യാണം കഴിക്കുകയുള്ളൂ എന്ന് പറയണം. അപ്പം മാൻ പറയാണ്, എന്താണ്, ഞാൻ ഭവതിയെ പുഴയിൽ നിന്ന് രക്ഷിച്ചില്ലേ എന്ന് ചോദിക്കും യുവാവ്. അപ്പോൾ എന്താ യുവതി എന്താ പറയുക, അതുകൊണ്ട് നിങ്ങൾ ബുദ്ധിമാനാകുന്നുണ്ടോ എന്ന് ചോദിച്ചു. പിന്നെ യുവാവ് പറഞ്ഞു, ഞാൻ തന്നെയാണെന്ന് നിങ്ങളെ പുഴയിൽ തള്ളിവിട്ടത് എന്ന് പറഞ്ഞു. ഓക്കെ, ഇനി ലുക്ക് അറ്റ് ദ ഫോളോയിങ് കാർട്ടൂൺ ട്രിപ്സ്. സേ വാട്ട് ഡു യു തിങ്ക് ഓഫ് ദം ഡെവലപ്പ് സ്റ്റോറീസ്. കാർട്ടൂണൊക്കെ വായിച്ചിട്ട് നിങ്ങൾ ഒരു സ്റ്റോറി ഡെവലപ്പ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതവിടെ തന്നിട്ടുണ്ട്. എന്താണ്, രാജു വാസ് ഫീലിംഗ് വീക്ക് ആൻഡ് ടയേർഡ് all the time. He wanted to see his doctor, Dr. Smith, and asked for something to make him stronger. Dr. Smith smiled and said, take off these pills every day for 6 months and you will be feeling like a new person. Raju took the pills faithfully, but 6 months went by and he didn't feel any different. He went back to see Dr. Smith and asked if his pills had worked. Dr. Smith looked puzzled and asked, what do you mean? Did you take the pills every day? Raju nodded, but then added, but I couldn't get the lid of the pill bottle. I kept trying, but it's so too hard. Dr. Smith burst out and laughing and said, I think I see the problem. You be trying to take the pills with the lid on. Try to opening the bottle first, then you can take the pills. Raju felt a bit silly, but laughed too and realized that sometimes we needed look at things in different way to get results. അങ്ങനെയൊക്കെ എഴുതിയാൽ മതി. ഓക്കെ, നിങ്ങളതായ ഭാഷയിൽ എഴുതുക. ഇനി അടുത്ത ബിയിൽ വേറൊരു കഥ ഉണ്ടാക്കുക. ഓക്കെ, അതവിടെ തന്നിട്ടുണ്ട്, എഴുതുക. ഓക്കെ, അപ്പം ഇത്രയാണ് ഈ പാഠഭാഗത്തിലെ ഫുൾ ആക്ടിവിറ്റീസും നമ്മളിവിടെ പറഞ്ഞിട്ടുണ്ട്. എല്ലാം കഴിഞ്ഞിരിക്കുന്നു. ഇനി സെക്കൻഡ് പാർട്ടാണ്, ഇംഗ്ലീഷിൻ്റെ സെക്കൻഡ് പാർട്ടാണ് നോക്കാനുള്ളത്. ഫസ്റ്റ് പാർട്ടിലെ എല്ലാ ക്വസ്റ്റ്യൻ ആൻസേഴ്സും ക്ലാസ്സും ടീച്ചർ എടുത്തിട്ടുണ്ട്.
എല്ലാവരും നന്നായിട്ട് പഠിക്കാം. താങ്ക് യു ഫോർ വാച്ചിങ്. ടീച്ചറിൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഓക്കെ.